നിങ്ങൾ ബിസിനസ് എന്ന ഭാഗത്ത് പോകാനാണ്, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് നിലവിലെങ്കിൽ, നിങ്ങൾ ഒരിക്കലും യു ഷുഡൻ ഷെയർ ദിസ് വിത്ത് യുവർ പേരൻസ്. അല്ലെങ്കിൽ ബിസിനസ് സെക്ടറുമായിട്ട് റിലേഷൻ ഇല്ലാത്ത ഒരാളോട് യു ഷുഡൻ ഷെയർ ദിസ്. അപ്പം യു വുഡ് തിങ്ക് വാട്ട് എ നാസ്റ്റി പേഴ്സൺ. പേരൻസിന്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നു, ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ദ ഫാക്ട് ഈസ്, നിങ്ങൾ ഈ ഒളിച്ചു വെക്കുന്ന കാര്യം നിങ്ങൾ സ്മോക്ക് ചെയ്യും അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംഷൻ അങ്ങനത്തെ ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത്. അത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ പേരൻസിനും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ ബ്ലഡ് ലൈനിന്റെ ഫ്യൂച്ചർ തന്നെ മാറ്റാൻ പോകുന്ന കാര്യം. അപ്പൊ അത് മറച്ചു വെച്ചത് കൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ബാഡ് തിങ്. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ലോൺലി പാത്താണ്. ബിസിനസ്സിൽ ലോസ് ഉണ്ട്, ഹൈസ് ഉണ്ട്. ഹൈസിലൊക്കെ ആൾക്കാർ കൂടെ കാണും, ലോസിന് അങ്ങനെ ആരും കാണത്തില്ല. ആ ഒരു ഫാക്ടർ എപ്പോഴും മൈൻഡിൽ കാണണം. ആൻഡ് ഓൾസോ ഡോണ്ട് ബ്ലെയിം യുവർ പേരൻസ് ഫോർ ഒപ്പോസിങ് യു. അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് പാത്താണ് ചൂസ് ചെയ്തതെന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്ത് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളിൽ ഒരിക്കലും അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ ജീവിച്ച ആ ഒരു 1900s ആ ഒരു ടൈമിൽ ഒരാൾക്ക് ഡിഗ്രി ഉണ്ട് എങ്കിൽ അവര് ബാക്കി 90% ഓഫ് ആൾക്കാരെക്കാട്ടിലും അവർക്ക് ആ ഡിഗ്രി ഹോൾഡറിന് ഭയങ്കര വാല്യൂ ആയിരിക്കും സൊസൈറ്റിയിൽ. അത് കണ്ടാണ് പേരൻസ് വളർന്നത്. അതാണ് അവരുടെ എക്സ്പീരിയൻസ്, പേരൻസിന്റെ എക്സ്പീരിയൻസ് അതാണ്. അപ്പൊ അവരത് കണ്ടിട്ട് ഇപ്പം ടൈം മാറി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും ദേ വുഡന്റ് പെർസീവ് ദാറ്റ്. വെച്ചാൽ അവരുടെ ലൈഫ് ടൈം ഫുള്ള് അവരതാണ് കണ്ടത്. അവരെ ഒരിക്കലും ആ ഒരു ഫാക്ടറിൽ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എത്രയൊക്കെ പറഞ്ഞാലും എഡ്യൂക്കേഷൻ സിസ്റ്റം മാറി, അല്ലെങ്കിൽ ഡിഗ്രീസിന്റെ വാല്യൂ പോയി, അങ്ങനത്തെ എന്തൊക്കെ ഫാക്ടേഴ്സ് പറഞ്ഞാലും സ്കൂള് പ്ലസ് ടു കഴിയുക, ഡിഗ്രി എടുക്കുക, ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് പോയി. ആ ഒരു പെർസെപ്ഷനിൽ നിന്നാണ് അവരിതെല്ലാം പറയുന്നത്. യു ഷുഡ് നെവർ ബ്ലെയിം ദം. അവരെത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും അല്ലെങ്കിൽ അവരെത്രയൊക്കെ ഒപ്പോസ് ചെയ്താലും നിങ്ങളുടെ ലൈഫ് നല്ലതായിട്ട് പോകണം, നിങ്ങളുടെ ലൈഫ് സേഫ് ആയിരിക്കണം. അതിനുവേണ്ടിയാണ് അവരത് പറയുന്നത്. സോ ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്.